നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന വകുപ്പ് ചുമത്തി. അന്വേഷണ ചുമതല തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് DYSP ബിനുകുമാറിന്. വിശദമായ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി DGP. പ്രതികരിക്കാൻ ഇല്ലെന്ന് KPCC അധ്യക്ഷൻ. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്ക് പിന്നാലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കുട്ടത്തിലിന് വീണ്ടും കുരുക്ക്. ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. രാഹുൽ മാങ്കുട്ടത്തിലിനെയും പ്രതിപക്ഷ നേതാവിനെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. രാഹുലിന്റേത് ക്രിമിനൽ രീതി, രാജി ആവശ്യം പൊതുവികാരം. പ്രതിപക്ഷ നേതാവ് സംരക്ഷണമൊരുക്കിയെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിയെപ്പോലെ ആരോപണ വിധേയരെ സംരക്ഷിച്ച മറ്റൊരു നേതാവ് ഇന്ത്യയിൽ ഇല്ലെന്ന് VD സതീശന്റെ മറുപടി. വടകരയിൽ ഷാഫി പറമ്പിൽ MPയെ DYFI പ്രവർത്തകർ തടഞ്ഞുവെന്നാരോപിച്ച് തിരുവനന്തപുരത്ത് വൻ പ്രതിഷേധം. ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിവീശി. ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഷാഫി പറമ്പിൽ. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക ആരോപണവുമായി ബന്ധു. പരാതി നൽകിയത് BJP സംസ്ഥാന അധ്യക്ഷന്. കോടതിയും പോലീസും അന്വേഷിച്ചു തള്ളിയ ആരോപണമെന്ന് C കൃഷ്ണകുമാർ. പരാതിക്ക് പിന്നിൽ കുടുംബ പ്രശ്നമെന്നും വിശദീകരണം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ്. തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ 26-കാരിയുടെ നെഞ്ചിൽ 50 സെന്റിമീറ്റർ നീളമുള്ള കേബിൾ കുടുങ്ങി. ജീവിതം ദുരിതപൂർണമെന്ന യുവതി. പിഴവ് വരുത്തിയ ഡോക്ടർ രാജീവ് കുമാർ കൈയൊഴിഞ്ഞെന്നും കാട്ടാക്കട സ്വദേശി സുമയ്യ. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. പാറയും മണ്ണും നീക്കിയത് ഒരു ദിവസം നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം. ഭൂപതിവ് ചട്ടഭേദഗതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. പട്ടയഭൂമി വകമാറ്റിയാൽ ക്രമീകരിച്ചു നൽകാനുള്ള തടസ്സം നീങ്ങി. 3000 ചതുരശ്ര അടി വരെയുള്ള നിർമ്മാണങ്ങൾ സൗജന്യമായി ക്രമപ്പെടുത്തി നൽകും. മലയോര ജനതയുടെ ദീർഘനാളത്തെ ആവശ്യം നിറവേറ്റിയെന്ന് മുഖ്യമന്ത്രി. അമേരിക്കയുടെ അധിക തീരുവ പ്രഹരം മറികടക്കാൻ ഇന്ത്യ. 40 രാജ്യങ്ങളിലേക്ക് ടെക്സ്റ്റൈൽസ് കയറ്റുമതി വർദ്ധിപ്പിക്കും. റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരിഗണനയിൽ. അമേരിക്കയിൽ സ്കൂളിൽ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. 20-ലധികം പേർക്ക് പരിക്കേറ്റെന്ന റിപ്പോർട്ടുകൾ. 10 പേരുടെ നില ഗുരുതരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഓണാവധിക്ക് ശേഷം വിശദവാദം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ J തച്ചങ്കരിക്ക് തിരിച്ചടി. തച്ചങ്കരി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. കേസിൽ തുടരന്വേഷണം നടത്താനുള്ള സർക്കാർ ഉത്തരവ് റദ്ദാക്കി. AI ക്യാമറ പദ്ധതി വിവാദത്തിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി. അഴിമതി അന്വേഷിക്കണമെന്ന VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഹർജി തള്ളി ഹൈക്കോടതി. കൊച്ചിയിൽ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. ഇടപെടൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി. 1-ാം പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കി. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ചയെന്ന് കോടതി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തമിഴ്നാട് സ്വദേശികളായ 2 വ്യവസായികളെ തട്ടിക്കൊണ്ടുവന്ന് ചങ്ങലക്കിട്ടു. സംഭവം ഉദിയൻകുളങ്ങരയിൽ. രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വ്യവസായികളെ മോചിപ്പിച്ചു. ബീഹാറിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് കൊള്ള രാഹുൽ തുറന്നുകാട്ടിയെന്ന് MK സ്റ്റാലിൻ. സെപ്റ്റംബർ 1-ന് വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. അടുത്ത മാസം 9-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വേടനെതിരായ പുതിയ പരാതിയിൽ യുവതിയുടെ മൊഴിയെടുത്ത ശേഷം തുടർ നടപടിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ അധ്യാപികയ്ക്കെതിരെ കേസ്. നടപടി തൃശൂർ ജില്ലയിലെ സ്കൂൾ അധ്യാപികയ്ക്കെതിരെ. മതസ്പർദ്ധ വളർത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. ആശാ വർക്കേഴ്സിന്റെ പ്രതിമാസ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിക്കണമെന്ന് വിദഗ്ധ സമിതി ശുപാർശ. വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത V കുമാർ അധ്യക്ഷയായ സമിതിയുടെ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറി.
ഊന്നുകൽ കൊലപാതക കേസിലെ പ്രതി രാജേഷ് പിടിയിൽ. രാജേഷിനെ പിടികൂടിയത് എറണാകുളത്ത് നിന്ന്. ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഉത്സവ ബത്ത കൂട്ടി 1000 രൂപയിൽ നിന്ന് 1250 രൂപയായി വർദ്ധിപ്പിച്ചു. തനത് ഫണ്ടിൽ നിന്ന് തുക നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപകടകരമായ രീതിയിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ സെക്യൂരിറ്റി ഓഫീസറോട് റിപ്പോർട്ട് തേടി രജിസ്ട്രാർ. ക്യാമ്പസിൽ തുറന്ന ജീപ്പിലും JCBയിലും എത്തിയാണ് വിദ്യാർത്ഥികൾ ഓണാഘോഷ പരിപാടി നടത്തിയത്. മലപ്പുറം തിരൂർ കൊടക്കലിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കൊടക്കൽ സ്വദേശി അഴകത്തുകളത്തിൽ മനീഷാണ് അറസ്റ്റിലായത്. എറണാകുളത്ത് വിദേശ മദ്യ ഷോപ്പിൽ മോഷണം. പുതിയകാവ് ചൂരക്കാടുള്ള വിദേശ മദ്യ ഷോപ്പിലാണ് കള്ളൻ കയറിയത്. വില കൂടിയ 2 കുപ്പി മദ്യം മോഷണം പോയി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് നീട്ടി. സെപ്റ്റംബർ 2 വരെയാണ് നീട്ടിയത്. സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന ആവശ്യം. പണം ചെലവഴിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകണമെന്നും ഹർജിക്കാർ. ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മമ്മി സെഞ്ചുറി തെരഞ്ഞെടുക്കപ്പെട്ടു. സാബു ചെറിയനാണ് വൈസ് പ്രസിഡന്റ്. സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച സാന്ദ്ര തോമസിന് തോൽവി. കേരള സർവകലാശാലയിലെ തർക്കത്തിൽ വൈസ് ചാൻസലർ പിന്നോട്ടില്ല. സിൻഡിക്കേറ്റ് നിർദ്ദേശം മറികടക്കാൻ സമാന്തര രജിസ്ട്രാർ ഓഫീസ് നീക്കവുമായി VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗം ശ്രീജ ജീവനൊടുക്കിയതിൽ CPIM-നെതിരെ ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ്. ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിന് സമാനമാണ് ശ്രീജയുടേതും എന്നും നേതാക്കൾ. മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസിൽ അന്വേഷണ റിപ്പോർട്ട് അടുത്ത മാസം. നടക്കാവ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരായ അന്വേഷണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കോഴിക്കോട് എലത്തൂർ വിജിൽ നരഹത്യാ കേസിൽ മൃതദേഹം കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. വിജിലിനെ കല്ലുകെട്ടി താഴ്ത്തി എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ സരോവരം പാർക്കിന് സമീപം നടത്തിയ പരിശോധനയിൽ അസ്ഥികൾ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. കോമൺവെൽത്ത് ഗെയിംസിൽ വേദിയാവാൻ ഇന്ത്യ ഔദ്യോഗികമായി സന്നദ്ധത അറിയിക്കും. കായിക മന്ത്രാലയത്തിന്റെ നിർദ്ദേശം കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ പ്രതി അഖിൽ C വർഗീസ് പിടിയിൽ. കൊല്ലത്ത് നിന്നും വിജിലൻസാണ് അഖിലിനെ പിടികൂടിയത്. മുൻ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് അന്തരിച്ചു. ബ്രെയിൻ ട്യൂമറിനെ തുടർന്ന് അവധിയെടുത്ത് രാജസ്ഥാനിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. 1997 ബാച്ച് IPS ഓഫീസറായ മഹിപാൽ യാദവ് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ അവസാനിച്ചതിനെ തുടർന്ന് 2 വർഷം മുൻപാണ് സംസ്ഥാനത്തേക്ക് മടങ്ങി എത്തിയത്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പപ്പ ബുക്ക എന്ന ചിത്രം ഓസ്കർ പുരസ്കാരത്തിനായുള്ള പപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക എൻട്രിയായി തെരഞ്ഞെടുത്തു. ആദ്യമായാണ് പപ്പുവ ന്യൂഗിനിയ ഓസ്കറിനായി ഔദ്യോഗികമായി ഒരു സിനിമ സമർപ്പിക്കുന്നത്. 100 ന്യൂസിലേക്ക് തിരികെ കേരളത്തിലെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നവീകരിച്ച ANN മെമ്മോറിയൽ ഹാൾ നാടിനായി സമർപ്പിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ വല്ലാർപാടം കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷന് തുടക്കം. ചടങ്ങ് നടന്നത് വരാപ്പുഴ അതിരൂപത മെത്രപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ. പത്തനംതിട്ട കോന്നിയിൽ മരത്തിൽ നിന്ന് വീണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റത് തമിഴ്നാട് ചെങ്കോട്ട സ്വദേശി മെഹബൂബിന്. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ മദ്യപിച്ചെത്തിയ ആംബുലൻസ് ഡ്രൈവർ പിടിയിൽ. മലയാലപ്പുഴ വടക്കുറം സ്വദേശി ലിജിൻ മോനാണ് രോഗിയുമായി പോകുന്നതിനിടെ മദ്യപിച്ചെത്തിയത്. കോഴിക്കോട് ഒളവണ്ണയിൽ പേവിഷബാധ സംശയിക്കുന്ന പശുക്കുട്ടി ചത്തു. വലിയ തച്ചിലോട്ട് ബാബുരാജിന്റെ പശുക്കുട്ടിയാണ് ചത്തത്. മലപ്പുറം മഞ്ചേരിയിൽ ഇലു തണൽ ഭിന്നശേഷി പരിചരണ കേന്ദ്രത്തിന്റെ ധനശേഖരണാർത്ഥം ജനകീയ കൂട്ടായ്മ ഇലുമധുരം പാലട ചലഞ്ച് നടത്തി. 200-ൽ അധികം ക്ലബ്ബുകളും വ്യാപാരികളും പങ്കെടുത്തു. കണ്ണൂർ ചപ്പാരപ്പടവിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് ഗുരുതര പരിക്ക്. മണക്കടവ് സ്വദേശികളായ അലീഷ, ഗംഗ, ഡോണ എന്നിവർക്കാണ് പരിക്കേറ്റത്. പാലക്കാട് കോങ്ങാട് ചല്ലിക്കലിൽ വാഹനാപകടത്തിൽ 5 കുട്ടികൾക്ക് പരിക്ക്. ഒരു കുട്ടിയുടെ നില ഗുരുതരം. കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ വാഹനാപകടം. ചുരമിറങ്ങവേ നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ KSRTC ബസിന് പിന്നിൽ ഇടിച്ചായിരുന്നു അപകടം. കളമശ്ശേരി സെയിന്റ് പോൾസ് കോളേജിലെ വിമൻസ് സെൽ ഡാൻസ് ക്ലബ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു. ഗാർഹിക പീഡനങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു തിരുവാതിര.
കൊച്ചി സേക്രഡ് ഹാർട്ട് CMI പബ്ലിക് സ്കൂളിൽ അടുത്ത മാസം 27 നടക്കാനിരിക്കുന്ന ഇന്റർ സ്കൂൾ കൾച്ചറൽ ഫെസ്റ്റ് മുദിത 2025ന്റെ ലോഗോ പ്രകാശനം നടന്നു. സിനിമാ താരം അനിഖ സുരേന്ദ്രൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. മലപ്പുറം ബീരഞ്ചിറയിൽ ബൈക്ക് മറിഞ്ഞ് അപകടം. ബൈക്കിന് കുറുകെ നായ ചാടിയതോടെ വാഹനം മറിയുകയായിരുന്നു. തിരുവനന്തപുരം കുറ്റിച്ചൽ പാങ്കാവിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് ഗുരുതര പരിക്ക്. 72-കാരനായ ചെല്ലപ്പനാണ് പരിക്കേറ്റത്. തൃശൂർ ആമ്പല്ലൂരിൽ വാഹനാപകടത്തിൽ ചുമട്ടുതൊഴിലാളി മരിച്ചു. വരന്തരപ്പിള്ളി സ്വദേശി KV സുധീഷാണ് മരിച്ചത്. തൃശൂർ ചാവക്കാട് യുവാവിന് കുത്തേറ്റത് ഒരുമനിയൂർ സ്വദേശി ഫദലുവിന്. കോഴിക്കോട് ഓർക്കടവിൽ വിദ്യാർത്ഥികളുടെ ഓണാഘോഷത്തിനിടെ വാഹനാപകടം. അമിത വേഗത്തിലെത്തിയ ആഡംബര കാർ പാലത്തിൽ വെച്ച് മറിഞ്ഞു. തിരുവനന്തപുരം പൊന്മുടിയിൽ കൊക്കയിലേക്ക് ചാടിയാൾ മരിച്ചത് ഉടമലയ്ക്കൽ കുന്നുനട സ്വദേശി അബ്ദുൾ വാഹിദ്. കൊല്ലം അഞ്ചലിൽ ഭിന്നശേഷിക്കാരായ ദമ്പതികളുടെ വീട്ടിൽ യുവാവിന്റെ ആക്രമണം. അക്രമത്തിന് കാരണം മുൻവൈരാഗ്യമെന്ന് പോലീസ്. മധുരപ്പ സ്വദേശി സാജിനെതിരെ കേസെടുത്തു. പ്രധാന അറിയിപ്പുകൾ നോക്കാം. പുനലൂർ താലൂക്ക് വികസന സമിതി യോഗം അടുത്ത മാസം 8-ന്. യോഗം നടക്കുക പുനലൂർ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ. കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിൽ നോൺ മെട്രിക് ട്രേഡുകളിൽ EWS വിഭാഗത്തിൽ സീറ്റൊഴിവ്. വിദ്യാർത്ഥികൾക്കായുള്ള പ്രവേശനം ആരംഭിക്കുക ഈ മാസം 29-ന്. തൃശൂർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ റെഗുലർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. പ്രവേശനം ആരംഭിക്കുക ഈ മാസം 29-ന്. പാലക്കാട് IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. പ്രവേശനം നടക്കുക ഈ മാസം 29-ന്. പാലക്കാട് പെരുമാട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഹിന്ദി വിഷയത്തിലേക്ക്. അഭിമുഖം ഈ മാസം 29-ന്. കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് ഓഫീസർ നിയമനം. അഭിമുഖം അടുത്ത മാസം 2-ന്. ദേശീയ വാർത്തകൾ. ജമ്മു കശ്മീരിലും പഞ്ചാബിലും മഴക്കെടുതി രൂക്ഷം. ജമ്മു വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 30. കശ്മീരിൽ 20-ലധികം വീടുകളും പാലങ്ങളും തകർന്നു. ജമ്മു വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരിതബാധിതരായ എല്ലാവരെയും ഭരണകൂടം സഹായിക്കുന്നുണ്ട്. ജനങ്ങളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി. ഗസയിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതിൽ ഞെട്ടൽ രേഖപ്പെടുത്തി ഇന്ത്യ. സംഘർഷങ്ങളിൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ അപലപിക്കുന്നു. സംഭവത്തിൽ ഇസ്രയേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഗണേശ വിഗ്രഹങ്ങൾ സ്ഥാപിക്കാൻ അനുമതി തേടിയുള്ള കൂട്ടായ അപേക്ഷകളിൽ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി. പണക്കൊഴുപ്പ് കാണിക്കുന്നതിനായി പലരും വിഗ്രഹം സ്ഥാപിക്കുകയാണെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ വിമർശനം. പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനടക്കമുള്ള ഭീകരരെ വധിച്ച ഓപ്പറേഷൻ മഹാദേവ് ദൌത്യത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യം ഒന്നടങ്കം സൈനികരോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് അമിത്ഷാ. സൗദി അറേബ്യയിൽ 3 മക്കളെ കൊലപ്പെടുത്തി തെലങ്കാന സ്വദേശിയായ യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കുടുംബ പ്രശ്നമാണ് കാരണമെന്ന് സൂചന. ചെന്നൈയിൽ നിന്നുള്ള സ്പൈസ് ജെറ്റ് വിമാനം യാത്രക്കാരെ അറിയിക്കാതെ റദ്ദാക്കിയെന്ന് പരാതി. ബോർഡിംഗ് പാസ് നൽകിയ ശേഷമാണ് ചെന്നൈ കൊച്ചി വിമാനം റദ്ദാക്കിയത്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്ക്കെതിരെ കേസെടുത്തു. TVK സമ്മേളനത്തിനിടെ ബൗൺസേഴ്സ് റാമ്പിലും തള്ളിയിട്ടെന്ന യുവാവിന്റെ പരാതിയിലാണ് നടപടി. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 10 പേർ പട്ടിണി കിടന്ന് മരിച്ചു. ഇതുവരെ പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 313. ഇറാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും തമ്മിൽ അന്തിമ ധാരണയായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ചർച്ചകൾ തുടരുമെന്നും ഇറാൻ. പാകിസ്ഥാനിലെ കർത്താർപൂർ ഇടനാഴിയിൽ വെള്ളപ്പൊക്കത്തിൽ 100-ലധികം പേർ കുടുങ്ങി. വിയറ്റ്നാമിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 7 പേർ മരിച്ചു. ഒരാളെ കാണാതായി. ഓസ്ട്രേലിയയിൽ പോലീസിന് നേരെ വെടിവെപ്പ്. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. പ്രതിക്കായി തെരച്ചിൽ തുടരുന്നു. 100 ന്യൂസിലേക്ക് വീണ്ടും. ഇനി ബിസിനസ് ന്യൂസ്. ടാറ്റ സ്റ്റീൽ ഓഹരിയിൽ ഇടിവ് രേഖപ്പെടുത്തിയത് 4%. കോഴിക്കോട് നിന്നും സർവീസ് നടത്താൻ തുടങ്ങി ആകാശ എയർ. സർവീസ് തുടങ്ങുക ഈ വർഷം ഒക്ടോബർ 1 മുതൽ. അമേരിക്ക ചുമത്തിയ അധിക തീരുവ മൂലം തിരുപ്പൂർ, നോയിഡ, സൂറത്ത് എന്നിവിടങ്ങളിലെ കയറ്റുമതി യൂണിറ്റുകൾ ഉൽപാദനം നിർത്തിയതായി
FIEO വസ്ത്രങ്ങളുടെ കയറ്റുമതിയാണ് നിലവിൽ നിർത്തിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഗോതമ്പ് സ്റ്റോക്കിന്റെ പരിധി കുറയ്ക്കാനൊരുങ്ങി കേന്ദ്രം. ഗോതമ്പ് സ്റ്റോക്ക് പരിധി പുതുക്കിയത് 2026 മാർച്ച് 31 വരെ. സ്പോർട്സ് ന്യൂസ്. IPL നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് മുൻ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ വിദേശ T20 ലീഗുകളിൽ കളിക്കും. PSG താരം കാർലോസ് സോളർ റിയൽ സോസിഡാഡിലേക്ക്. താരം സ്പാനിഷ് ക്ലബിലെത്തുന്നത് ലോൺ വഴി. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വോൾഫ്സ് താരം ഫാബിയോ സിൽവ ബൊറൂസിയ ഡോട്ട്മുണ്ടിലേക്ക്. താരത്തെ ജർമ്മൻ ക്ലബ്ബ് സ്വന്തമാക്കിയത് 25 മില്യൺ യൂറോയ്ക്ക്. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഫ്രഞ്ച് ടീമിൽ ഇടം ലഭിക്കാതെ ഹ്യൂഗോ എക്കീറ്റയ്ക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനായി താരം മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് 3ാം ജയം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 33 റൺസിന് തോൽപ്പിച്ചു. മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിക്കെതിരെ ഗുരുതര ആരോപണവുമായി മനോജ് തിവാരി. താൻ ധോണിയുടെ ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും അതിനാൽ ടീമിൽ നിന്ന് തഴയപ്പെട്ടുവെന്നും ആരോപണം. കാണാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. മലയാള ചിത്രം തലവര തിയേറ്ററുകളിൽ തന്നെ കാണണമെന്ന് അഭ്യർത്ഥിച്ച് സംവിധായകൻ അർജുൻ അശോകൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രം മികച്ച പ്രതികരണം നേടി. പ്രദർശനം തുടരുന്നു. മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം നാളെ തിയേറ്ററുകളിലേക്ക്. എന്നും എപ്പോഴും സിനിമയ്ക്ക് ശേഷം മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. ഫാക്ട് ചെക്ക്. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ആദ്യ രാജ്യമായി സിംഗപ്പൂർ മാറി എന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്നും കോവിഡ് രോഗിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലെന്നും സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം. നാളെ അറിയാൻ. കണ്ണൂർ വേങ്ങാട് ടാങ്കിലേക്കുള്ള ഷട്ടർ തകരാറ് അടിയന്തരമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ ശുദ്ധജല വിതരണം തടസ്സപ്പെടും. വേങ്ങാട്, പിണറായി, എരഞ്ഞോളി, കതിരൂർ പഞ്ചായത്തുകളിലാണ് ശുദ്ധജല വിതരണം പൂർണ്ണമായി തടസ്സപ്പെടുക. പത്തനംതിട്ട വൃന്ദാവനം മുക്കുഴി പുത്തൂർ മുക്ക് റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ നാളെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. യാത്രയ്ക്ക് അനുബന്ധ റോഡുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശം. വയനാട്ടിൽ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ മുതൽ. ചാമ്പ്യൻഷിപ്പ് നടക്കുക നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ യുവപ്രതിഭ സ്റ്റേഡിയത്തിൽ. ഓണം അവധിക്കാലത്തെ യാത്രാ തിരക്ക് പരിഗണിച്ച് നാളെ ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലേക്ക് പ്രത്യേക ട്രെയിൻ. 29-ന് കണ്ണൂരിൽ നിന്ന് ബംഗളൂരുവിലേക്കും 30-ന് തിരിച്ചും പ്രത്യേക ട്രെയിനുണ്ട്. ഇപ്പോൾ കിട്ടിയത്. ഹിമാചലിൽ കനത്ത മഴയിൽ മരിച്ചവരുടെ എണ്ണം 310ആയി. 582 റോഡുകളും 1155 വൈദ്യുതി ലൈനുകളും തകരാറിലായി. കാസർഗോഡ് ഉപ്പളയിൽ ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരു മരണം. തലപ്പാടി സ്വദേശി ഹമീദാണ് മരിച്ചത്. സ്കൂട്ടർ യാത്രികനായ ഒരാൾക്ക് പരിക്കേറ്റു. സ്വകാര്യ മേഖലയിലെ ജോലി സമയം 10 മണിക്കൂറായി വർദ്ധിപ്പിക്കാനൊരുങ്ങി മഹാരാഷ്ട്ര. കടകൾ, ഹോട്ടലുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ജീവനക്കാരുടെ ജോലി സമയം നിയന്ത്രിക്കുന്നതാണ് ഈ നിയമം. 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.